ഹായ് ഗൈസ്, ഹലോ. ഇത് ഐറ്റം മനസ്സിലായോ? കാളാഞ്ചി, നല്ല നാടൻ ഫ്രഷ് കാളാഞ്ചി. ഞങ്ങൾ ഇന്ന് നാടനായിട്ട് ഇതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാ. ഇൻഡോർ അല്ല, നമ്മൾ ഔട്ട്ഡോർ പുറത്തായിട്ട് നമ്മൾ ഇന്ന് ഗ്രില്ല് ചെയ്യാൻ പോന്നെ. എങ്ങനെയാവും നമുക്ക് നോക്കിയാലോ? വാ. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, 8 അല്ലി വെളുത്തുള്ളി, 10 അല്ലി കുഞ്ഞുള്ളി, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കുക. വെള്ളം ചേർക്കാതെയായിട്ട് നമ്മളിവിടെ അരച്ചെടുക്കുന്നത്. ഇനി ഈ മിക്സ് നമുക്കൊരു വാഴയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഒരു നാരങ്ങയുടെ ഹാഫ് പിഴിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. കൈ നീറും, അത് സൂക്ഷിക്കണം. എന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ മസാലയിൽ എണ്ണ ചേർക്കാൻ മറന്നുപോയി, എണ്ണ എടുക്കാൻ കയറിയത്. ഇനി നമുക്ക് നമ്മുടെ കാളാഞ്ചി എടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് വരഞ്ഞു കൊടുക്കാം. ഒരു സൈഡല്ല, 2 സൈഡും മാറി മാറിയിട്ട് നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക. ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മാത്രമേ ഉള്ളിലേക്ക് മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം. ഇനി മീൻ നിവർത്തിയിട്ടിട്ട് നമുക്ക് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കീറിയോണ്ട് തന്നെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല എത്തും. അതുകൊണ്ട് കഴിക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും. അതുകൊണ്ട് എല്ലായിടത്തും ഈക്വലി നന്നായിട്ട് അകത്തും പുറത്തുമായിട്ട് നമുക്ക് മസാല തേച്ച് കൊടുക്കാം. ഇനി പുറത്ത് ഇവിടെ അതെ നമ്മൾ ഈ വരയുടെ അകത്തോട്ട് കയറ്റി വെക്കണം. നല്ലപോലെ പിടിക്കണമെങ്കിൽ ഇങ്ങനെ വെക്കണം എന്നാണ് അമ്മ പറഞ്ഞത്. ഇങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോൾ അത് ഗ്യാപ്പ് വരുന്നത്. ഇത് ഒത്തിരി വെന്ത റബ്ബർ പോലെ ആവുമെന്ന് രേഖമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇല്ല, നമുക്ക് തിരിച്ചിടാം. നമുക്ക് മസാല തൂത്ത് പഠിച്ചെടുക്കാം ഗൈസ്. നമുക്ക് തേച്ച് വടിച്ച് ഇത് നല്ല അഴലിന്റെ ആഴങ്ങളായിരിക്കും എനിക്ക്. തേച്ച് നമ്മൾ വടിച്ച് വെക്കുന്നത്. ആ കൂട്ടത്തിൽ ഞാനിവിടെ ജ്യൂസ് കുടിക്കും. കാണിക്കൂ. എന്ത് ജ്യൂസ്? ജ്യൂസ്. എനിക്ക് ഇഷ്ടമാണ്. എന്റെ തല മതിയല്ലേ കുട്ടപ്പനായ. മൊത്തത്തിൽ തന്നെ തേച്ച് വെച്ചോ, മസാല ഒട്ടും കളയണ്ട. നമ്മുടെ ഗ്രില്ലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാളാഞ്ചിക്കുട്ടനെ ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ചൂടായിട്ടിരിക്കുക. നമ്മൾ ചാർക്കോളൊക്കെ വെച്ച് ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പതുക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിവിടെ കിടന്ന് നന്നായിട്ട് മൊരിയട്ടെ. ഇതിനകത്ത് കുറച്ച് എണ്ണ ഇങ്ങനെ തടവ് ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. തിരിച്ചിട്ടിട്ട് നമ്മൾ അതിലേക്ക് വീണ്ടും എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടൊരു ബ്രഷ് എടുത്ത് നന്നായിട്ട് എണ്ണ തടവി കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാട്ടോ ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ഇതിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അത് അവിടെ കിടന്ന് നന്നായിട്ട് വീണ്ടും മുരിയട്ടെ. ഫൈനലി നമ്മുടെ ഗ്രിൽ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ക്ഷീണിച്ചു. ഇനി നമുക്കിതിനെ ഇതിന്റെ അടിയില്
മാളി ചേച്ചിക്ക് ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ അതും കൂടെ ഞങ്ങൾ ഇവിടെ മറ്റേ എടുക്കാൻ. പൊട്ടറ്റോ ഉണ്ടല്ലോ, സ്വീറ്റ് പൊട്ടറ്റോ, അത് ഇട്ടിട്ടുണ്ട് നമ്മള്. അതാവോ നോക്കാം. ഇതെന്തായാലും ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തോണ്ട് പോകാം. Come on. ഇനി നമുക്കിതിനെ പതുക്കെ എടുത്ത് വെക്കാം. സൂക്ഷിച്ചെടുക്കണം, പൊട്ടരുത്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്താലോ? നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അകവും പുറവും ഒക്കെ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതായിരുന്നു അവസ്ഥ. തീർന്നത് നമ്മളാരും അറിഞ്ഞത് പോലുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.